പിന്നെ പെണ്ണിന്റെ കല്യാണം കൊലമാസാന്ന്. എടി കൊലപാതകം നടന്നേനെ അവിടെ. ആ കല്യാണം മുടങ്ങിയടി. ആ എന്നെ കെട്ടാൻ വന്ന ചെറുക്കന്റെ ഒരു പരട്ട അമ്മാവൻ രാവിലെ ദക്ഷിണ കൊടുത്തത് കുറഞ്ഞു പോയെന്ന് പറഞ്ഞ അവിടെ അതിന് കിടന്ന് അടിയുണ്ടാക്കി. അത് കഴിഞ്ഞു ഉച്ചയ്ക്ക് പപ്പടത്തിന്റെ കോമള പൊടിഞ്ഞെന്ന് പറഞ്ഞ് അതിനും അവിടെ കിടന്ന് അടിയുണ്ടാക്കി. അത് കഴിഞ്ഞ് കൂട്ടടിയായിരുന്നടി ആ മണ്ഡപത്തില്. ആ എന്റെ തലമുണ്ടക്കിട്ട് ഒരു അടി കിട്ടി. നാട്ടിപ്പോ ഓർത്തുപോയി കാണിക്കാൻ വേണ്ടിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കുക. ആ ഓ ഓ ആ എന്നാ ശരി, പിന്നെ വിളിക്കാം. വല്ലാത്തൊരു യോഗം തിരുവാർദ്ധപുരാണം ഇതിലെല്ലാം കൊല്ലാപ്പിൻ കാലം അത് ചൊല്ലാനും നാണം ഇനി എന്തെല്ലാം ചേലും. സാരി ഉടുത്ത് നിൽക്കുന്ന ഹർഭജൻ സിംഗോ? ഇതെന്താ ഇങ്ങനെ? അതെ, എന്നെ തല്ലിക്കൊണ്ട് വരാൻ ആരുമില്ല, അതുകൊണ്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് തള്ളിക്കൊണ്ട് വന്നു. അയ്യോ ഇങ്ങനല്ല, വയ്യാത്ത അമ്മാവനെതിരെ ഇരുന്നിട്ട് വേറൊരാൾ വേണം തള്ളിക്കൊണ്ട് വരാനായിട്ട്. വേറെ ആളില്ലാത്തോണ്ടല്ലേ ഞാൻ തന്നെ ഇങ്ങനെ തള്ളിക്കൊണ്ട് വന്നത്. ഒരു കാര്യം ചെയ്, മോക്ക് അത്രയ്ക്ക് വിഷമമാണെങ്കിൽ ഞാൻ ഇതിനകത്ത് ഇരിക്കാം, മോൾ എന്നെ ഇതിനകത്ത് ഇരുത്തിയിട്ട് ഇവിടെ ഒരു റൗണ്ട് ഒന്ന് ചുറ്റിക്ക്. ഇതാണ് പറയുന്നത് പണ്ടുള്ളവരെ, ആവശ്യമില്ലാത്ത സമയത്ത് ആവശ്യമില്ലാത്ത ഒന്നും കേറി പറയരുത്. അത് തോന്നും, അമ്മാവന് സുഖം തോന്നുന്നു. അമ്മാവന് എവിടെയോ കണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ. അതാ ഞാനും നോക്കുന്നത്, മോളെയും എവിടെയോ കണ്ട് എനിക്ക് നല്ല പരിചയമുണ്ട്. പപ്പടത്തിന് കുമ്പളയിലൂടെ എനിക്ക് ദക്ഷിണ കുറഞ്ഞു പോയ തെണ്ടി. ആ ഞണങ്ങിയ മോഹം വെച്ച് ഓവർ എക്സ്പ്രഷൻ ഇട്ട് എന്നെ പേടിപ്പിക്കണ്ട. ഞാൻ തന്നെ എന്റെ കല്യാണം മുടക്കിയ പന്ന കിളവാ. അങ്ങനെ സ്കാനിങ് കഴിഞ്ഞ് ആ മാതിരി തള്ളല്ലേ തല്ലിയത്. നേരെ എന്ന് മെഷീനകത്തൂടെ കേറി ഇറങ്ങി ഇപ്പുറത്ത് വന്ന്. അതിന്റെ എക്സ്റേ നടക്കുന്നതേ ഉള്ളൂ. എന്തായാലും എനിക്ക് എന്റെ റിസൾട്ട് കിട്ടിയേ. നിങ്ങൾ കാരണം എന്റെ കല്യാണം മുടങ്ങിയത്. അങ്ങനെ പറയരുത് മോളെ, ഞാനല്ല മോളെ കല്യാണം മുടക്കിയത്. പിന്നാരാ? പൊക്കോളാനോ വരാനോ? ഒന്നുമില്ലെന്നോ? അതെ, അതല്ല, പറഞ്ഞാ കേക്കാത്ത ഈ കുരുത്തം കെട്ട കൈയാണ് മോളെ കല്യാണം മുടക്കിയത്. പിന്നെ ഒരു അനുസരണയില്ല. അല്ലെങ്കിൽ തന്നെ അടുത്തിരിക്കുന്ന ആളുടെ പപ്പടം പൊടിഞ്ഞെന്ന് പറഞ്ഞ് അവന്റെ ചെവിക്കണ്ണു അടിച്ച് പൊട്ടിക്കുന്നത് ശരിയാണോ? ശരിയല്ല. അപ്പൊ ഇവനല്ലേ മുടക്കിയത്? നിങ്ങൾ നിങ്ങളുടെ ഈ കയ്യും കാരണം ആ കല്യാണ മണ്ഡപത്തിൽ ഒരു പെണ്ണിന്റെ കണ്ണുനീരാ വീണത്. കേട്ടടാ, ഒരു പെണ്ണിനെ കണ്ണുനീര് വീഴ്ചട്ടെ നിന്നെ കെട്ടടാ. കണ്ടോ മോളെ, ഒന്നും മിണ്ടാത്ത ഇവൻ വരെ പ്രതികരിച്ചു തുടങ്ങി. ഞാൻ എന്റെ അടുത്ത് ചോദിക്കാതെ പറയാതെ അങ്ങോട്ട് വരുവാനേ. കണ്ണുനീര് തുടക്കാൻ വരുമായിരിക്കും. ഞാൻ വല്ലതും പറയും, നിങ്ങളെ കാണിച്ചു തരാടോ. അമ്മാവാ അമ്മാവാ. കഷ്ടം, എന്റെ അടുത്ത് ഇത്രയൊക്കെ ദേഷ്യം ഉണ്ടെങ്കിലും ആ വിളിക്കുന്ന വിളി കേട്ടോ, അമ്മാവാ അമ്മാവാ. ഞാൻ നിങ്ങളെ വിളിച്ചതൊന്നുമല്ല, എന്റെ അമ്മയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതാ. അമ്മാവാ ശരി, അതെന്തായാലും കൊള്ളാം. എവളെന്റെ കാലനെയും കൊണ്ട് വരാൻ പോയതാതേ. എന്റെ കാലം വന്നേ. ഞാനാണ് ഇത്. രണ്ടായാലും കണക്ക് തന്നെ. എന്റെ കൂട്ടുകാർ അമ്മാവന് വേണ്ടി എന്തൊക്കെയാ കൊടുത്തു വിട്ടേക്കുന്നത് നോക്കിയേ. നിന്റെ കൂട്ടുകാരൻ കൊടുത്തു വിട്ടോ? നിന്റെ കൂട്ടുകാരൻ ഒരു കാരണമാണ് ഞാൻ ഈ ഗതിയിലായത്. ഒന്നും വേണ്ട. ഇവിടെ ഒരു മിനിറ്റ്, ഒരു കോൾ വരുന്നത്. മണിയമ്മേശ്ശേരി വിളിക്കണത്. അയ്യോ, ഹലോ മണിയമ്മേശ്ശേരി. അരുണേ, എന്ത് മേശ്ശേരി? എന്റെ രായി, ഇതിനെ കൂടുതൽ ഇനി എന്തോന്നാവാനാണെന്ന്. കട്ടിലും പൊളിച്ചിട്ടിട്ട് പൈസയും തരാതെ പോയല്ലേ. ഞങ്ങളിപ്പോ ആതിര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ആതിര ഹോസ്പിറ്റലിലാ? നിലമ്പൂർ കാട്ടി കയറി ഒറ്റ കട്ടി. സൗണ്ട് നിന്റെ ഫോണിൽ കേട്ടാ ആ ഫോൺ ഞാൻ ചവിട്ടി പൊളിക്കും കേട്ടല്ലേ. അമ്മാവനെ, അന്ന് വയ്യാത്ത നടുവും വെച്ച് അവിടെ നിൽക്കാതെ ഈ കട്ടിലോട്ട് കയറി കിട. എങ്ങനെ വയ്യാത്ത നടുവും വെച്ച് അവിടെ നിൽക്കാതെ ഈ കട്ടിലോട്ട് കയറി കിടക്കാൻ. പോടാ അവിടുന്ന്. നിന്റെ മണിയമ്മേശ്ശേരി പണ്ടങ്ങാണ്ട് നിലമ്പൂർ കാട്ടി കയറി ഒറ്റയാനെ കൊണ്ട് പിടിപ്പിച്ച കട്ടിലിൽ ഇരുന്നാണ് എന്റെ ഈ നടുവ് ഇങ്ങനെ ഒടിഞ്ഞത്. അപ്പൊ വീണ്ടും നീ കട്ടിലിൽ കയറി ഇരിക്കാനാ? അല്ലെങ്കിൽ പള്ളി പോയി. ഇത് അങ്ങനത്തെ കട്ടിലല്ല, കട്ടിലോട്ട് ഇരിക്കാൻ. എടാ, എവിടെ ഇരിക്കണമെന്നൊക്കെ എനിക്കറിയാം കേട്ടാ. അങ്ങനെ കട്ടിൽ തന്നെ നീ എന്നെ ഇരുത്താൻ നോക്കണ്ട കേട്ടാ. കട്ടിലിൽ ഇരിക്കാൻ പോലും ഒന്ന് പിടിച്ചെരിപ്പിക്കണ. ഇതിന്റെ പുറയിലൊരു പരസ്യം എഴുതി ഒട്ടിച്ചേക്കുന്നു. പരസ്യോ? എന്ത് പരസ്യം?
നിലമ്പൂർ കാട്ടിൽ കേറി ഒറ്റയാനെ കൊണ്ട് ഒറ്റപ്പിടി പിടിച്ച് ഒറ്റത്തടിയിൽ തീർത്ത ഒറ്റ കസേരയാണ് എന്ന് മണിയമ്മേശ്ശേരി. വിളിയെടാ phone എടുത്ത് നിന്റെ മണിയമ്മേശ്ശേരി. വിളിയെടാ നിന്റെ phone എടുത്ത് മണിയമ്മേശ്ശേരി. വിളിക്കാം. എന്നെ കൊല്ലാനായി. ഹലോ മണിയമ്മേശ്ശേരി. അരുണേ ആതിര ഹോസ്പിറ്റലില് ആ ഒരു സ്റ്റോള് പണിഞ്ഞത് ഞാനാണ്. സ്റ്റൂള് മാത്രമേ പണിഞ്ഞോളൂ. സ്റ്റോള് മാത്രമല്ല, പിന്നെ എന്തോ പണിഞ്ഞ് അവിടത്തെ മേശയെ ഞാനല്ലേടേ അയ്യോ. എന്താ മേശ്ശേരി നേരത്തെ പറയാ ഞാൻ. അത് പറയാൻ വിളിച്ചപ്പ നീ കട്ട് ചെയ്ത് കളഞ്ഞില്ലടേ. എടാ, നിലമ്പൂർ കാട്ടിൽ കയറി ഒറ്റയാനെ പിടിച്ച് നിലമ്പൂർ കാടിന്റെ തേങ്ങ. എനിക്കൊന്നിരുന്നോളാമേ. ഈ മണിമേശ്ശേരി പണിയാത്ത എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ നോക്കിട്ട് വരട്ടെ. ഇതെന്തോ ഇങ്ങനെ പോന്നെ? ചിലപ്പോ ഈ ഫ്ലോർ പണിഞ്ഞത് മണിമേശ്ശേരിയാണെങ്കിലോ. ഒരു സൈഡില് മണിയമ്മേശ്ശേരി, ഒരു സൈഡിൽ എന്റെ അമ്മാവൻ. എന്തോ പറയാനാ, ഞാൻ കെട്ടിയ പെണ്ണ് ഇനി എവിടാണോ എന്തോ.